ഭരണമാറ്റത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണിത്. അങ്ങനെ ഒരു രാഷ്ട്രീയ മൂവ്മെൻ്റ് ആരംഭിച്ചിട്ടില്ല. അത് പ്രതിപക്ഷങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. ആ പ്രതിപക്ഷ ചർച്ചയ്ക്ക് ശേഷമേ അതിനെക്കുറിച്ചൊരു തീരുമാനം പറയാൻ കഴിയും. കേരളത്തിൽ എന്തായാലും ഒരു ഭരണമാറ്റം എന്നുള്ളത് ഉറപ്പാക്കിയ തരത്തിലുള്ള ഒരു ഗൃഹസന്ദർശനമാണ് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളെ ലക്ഷ്യം അതാണ്. ആ ലക്ഷ്യത്തിനനുസരിച്ച് തന്നെയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. പരമാവധി വീടുകൾ കയറി അവരെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു തീർത്ഥയാത്ര പോലത്തെ ഒരു വാർത്ത. അത് സ്വാഭാവികമായി ഞങ്ങൾ എല്ലാ കാലവും ചെയ്യാത്തതാണിത്. അതിന് മാത്രമല്ല, പോകുന്നിടത്ത് കൃത്യമായി നമ്മളവരെ ബോധ്യപ്പെടുത്താനുള്ള രാഷ്ട്രീയ കാര്യങ്ങളും അതിൻ്റെ ബുക്കുകളും നോട്ടുകളും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാ ആളുകൾക്കും. നമ്മൾ പോകുന്ന യാത്ര, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് രാഷ്ട്രീയമായി വളരെ അത്യാവശ്യമാണ് എന്ന് തോന്നൽ എല്ലാവരുടെ മനസ്സിലും അത് വായിക്കുമ്പോൾ ഉണ്ടാകും. ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്നുണ്ടല്ലോ. സന്തോഷം. ആദ്യമായിട്ടാണ് നിങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പം എന്താ ചോദിച്ചാൽ, നമ്മുടെ പഴയ കാലത്തെ ഒരു രാഷ്ട്രീയ ഭരണമല്ല ഇന്ന്. ഭരിക്കുന്നവരുടെ വികാരത്തിനും വിചാരത്തിനും അനുസൃതമായി ജനമനസ്സുകളെ കൊണ്ട് ചെയ്തുകൊണ്ടാണ് ഭരണം മുൻപോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഭക്ഷണത്തിന് സാധനങ്ങളിലേക്ക് പോകുമെന്ന് വർദ്ധിച്ച് പോവുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, നിങ്ങൾ അനുഭവിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഈ വ്യാജ ഭൂരിപക്ഷത്തിൻ്റെ അധികാരം മോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇതുപോലത്തെ ഒരു സംഭവം ആളുകൾ പ്രതികരിക്കുന്നത്. അതിനോട് ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരിക്കലും ഇതിൻ്റെ ആളുകൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗുരുതരമായ ഒരവസ്ഥ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക്, ഇന്ത്യയുടെ പാർലമെൻറ്റ് സിസ്റ്റത്തിന് എതിരായിട്ട് വരാൻ പോവുകയാണ്. അത് നമ്മളെടുക്കുന്ന ഒരു മുൻകരുതലിന് നിങ്ങളെ പിന്തുണയുണ്ടാകുന്നതാണ് പറയാനുള്ള ഒരു കാര്യം. രണ്ടാമത്തത്, വോട്ട് തട്ടിപ്പിൻ്റെ ഞെട്ടിക്കുന്ന കണക്ക്. രാഹുൽ ഗാന്ധി സത്യത്തിൽ വേറൊരാൾക്ക് സാധിക്കില്ല ഈ സംഭവം ഇതുപോലെ തെളിയിക്കാൻ. രാഹുൽ ഗാന്ധി എടുത്ത ഇൻട്രസ്റ്റിൻ്റെ താല്പര്യങ്ങളും ആ താല്പര്യത്തിന് മെനക്കെട്ട ഒരു സമയങ്ങളും വളരെ ക്ലിയറായി സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഈ വോട്ടിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇതൊക്കെ ജനാധിപത്യത്തിന് വലിയ ഭീഷണിയാണ്. ഇന്ത്യൻ ഡെമോക്രസിക്ക് ഇതുപോലെ ഇങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സംഭവത്തിലേക്ക് മോഡി സർക്കാർ പോകുന്നത് ഗുരുതരമായ ഒരു അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ പോകുന്നത്. അതിന് നമുക്കൊരു പ്രിക്കോഷൻ വേണം. മനസ്സിൽ നിങ്ങൾക്കൊരു അഭിപ്രായം വേണം. എതിർക്കേണ്ടത് ഉണരണം എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഉള്ളത്, ന്യൂനപക്ഷങ്ങൾ ഇവിടെ വേട്ടയാടപ്പെടുകയാണ്. ഇന്ത്യയിൽ അങ്ങനെ ഇതുവരെ ന്യൂനപക്ഷങ്ങൾക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ ഇത്രയും മതേതരത്വം സംരക്ഷിച്ച ഒരു നാട് ഇന്ത്യയെ പോലെ വേറെ ലോകത്തൊരു രാജ്യമില്ല. ഇവിടെ എന്നും മൈനോറിറ്റിയെ സംരക്ഷിച്ചതാണ്. അവരുടെ ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് അശ്രദ്ധമായ നടപടിയിലൂടെ അവർ ഓരോ ദിവസവും പ്രതിസന്ധി നേരിടുന്ന ഒരു സമൂഹമായി കേരളത്തിലെ ഇന്ത്യയിലെ മൈനോറിറ്റി മാറിക്കൊണ്ടിരിക്കുന്നത് അപകടകരമാണ് എന്ന് അതിൻ്റെ ഗുരുതരമായ പ്രത്യാഘാതം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് മറ്റൊരു വശം. പിന്നെ ഇന്ധനവില സർവകാല റെക്കോർഡാണ്. നിങ്ങൾക്കറിയാലോ, ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. ഇന്ധനവില സർവകാല റെക്കോർഡാണ്. തൊട്ടാൽ കൊള്ളുന്ന പാചകവാതക വില, നികുതി ഭാരം, കേരളത്തിന് ദ്രോഹം. അതിനാണ് ഒരുപാടുണ്ട്, ഞാനെല്ലാം പറയുന്നില്ല. ഒരുപാട് കാര്യമുണ്ട്. ഞാൻ നോട്ടീസിലൂടെ തരാം. ഒന്ന് ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പം വെറുതെ ഇരിക്കുമ്പോൾ അതൊന്ന് വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾക്ക് സ്വയം വിലയിരുത്തുന്നതാണ് നല്ലത് കേട്ടോ. ഞങ്ങൾക്ക് ഞങ്ങൾ പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്തിന് സഹായിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന്. കഴിഞ്ഞ കാലങ്ങളിലെ പോലെയല്ല. ആ സഹായം നമുക്ക് ലഭ്യമാകണം. ഇലക്ഷൻ വരാൻ പോകുന്നു. ആ ഇലക്ഷനിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് 100%